സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിൻ്റെലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ സർവ്വസ്വ ഞങ്ങളുടെ പിതാവേ. മത്തായി 6:9 വാക്യം. ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക. യേശു ശിഷ്യന്മാർ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോൾ പ്രാർത്ഥന ആരംഭിപ്പാൻ ഈ വാക്കുകളാണ് തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ പിതാവേ. മത്തായി 6:9. അത് യാദൃശ്യമാണോ? അല്ല. യേശുവിൻ്റെ വാക്കുകൾ ഒരിക്കലും യാദൃശ്യമായിരുന്നില്ല. നമുക്കെല്ലാവർക്കും നമ്മുടെ ഭൗമിക പിതാക്കന്മാരുമായി വ്യത്യസ്ത ബന്ധങ്ങളാണുള്ളത്. ചിലത് നല്ലതായിരിക്കും, ചിലത് അത്ര നല്ലതായിരിക്കില്ല. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പിതാവേ അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവേ എന്നും അല്ല, മറിച്ച് ഞങ്ങളുടെ പിതാവേ എന്നാണ് അഭിപ്രായം ചെയ്യുന്നത്. നമ്മെ കാണുവാനും നമ്മെ കേൾക്കുവാനും നമ്മെ അവനോട് യാചിക്കും മുമ്പേ നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുവാനും ആയ നമ്മുടെ പിതാവ്. എന്തൊരു അത്ഭുതകരമായ ഉറപ്പ്! പ്രത്യേകിച്ച് നമ്മൾ വിസാരിക്കപ്പെട്ടതായോ ഒറ്റപ്പെട്ടതായോ ഉപേക്ഷിക്കപ്പെട്ടതായോ അല്ല, അത്ര ഉയരപ്പെട്ടവരല്ലെന്ന് തോന്നുന്ന അവസരത്തിൽ ഓർക്കുക, നമ്മൾ എവിടെയാണെങ്കിലും രാത്രിയോ പകലോ ഏത് സമയത്താണെങ്കിലും സ്വർഗ്ഗസ്നായ പിതാവ് എപ്പോഴും നമ്മുടെ സമീപമുണ്ട്. പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഭാഗമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ആ രണ്ട് വാക്കുകൾ, ഞങ്ങളുടെ പിതാവേ, നിങ്ങളിൽ എന്ത് വികാരമാണ് ഉളവാക്കുന്നത്? പിതാവേ, ഞാൻ എവിടെ എഴുതായിരുന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്ന അവിടുന്ന് കേൾക്കുമെന്ന് വാഗ്ദത്തത്തിനായി നന്ദി. താങ്ക് ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ പ്രാവശ്യം പരമാവധി രോഗത്തൊക്കെ മരണത്തെല്ലാം കാത്തുരാജ്. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. പുതിയ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.